ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് യൂറോപ്യൻ പാർലമെന്റ്, അഗ്നിപത് സ്കീം, നീറ്റ്, നോട്ട, പ്ലേസസ് ന്യൂസ് ആയിട്ട് കൊറിയൻ പെനിൻസുല എന്നിവയാണ്. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂറോപ്യൻ പാർലമെന്റിനെ കുറിച്ചാണ്. അപ്പോൾ യൂറോപ്യൻ പാർലമെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് യൂറോപ്യൻ പാർലമെന്റിലേക്കുള്ള ഇലക്ഷൻ ഇപ്പോൾ 2024 ഇപ്പോൾ ഈ ജൂൺ മാസത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വാർത്തകൾ ഇന്നത്തെ ഹിന്ദുവിനകത്താണെങ്കിലും ഇന്ത്യൻ എക്സ്പ്രസിനകത്താണെങ്കിലും നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ വേൾഡ് പേജിൽ തന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് യൂറോപ്യൻ പാർലമെന്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ യൂറോപ്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ടുള്ള ഒരു 7 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഓക്കെ, ഈ യൂറോപ്യൻ പാർലമെന്റ്, കൗൺസിൽ ഓഫ് യൂറോപ്പ്, യൂറോപ്യൻ കൗൺസിൽ, അതുപോലെ തന്നെ EU കമ്മീഷൻ എന്നൊക്കെ പറയുന്ന ഒരു 7ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആ 7 ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്ന ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് യൂറോപ്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂറോപ്യൻ പാർലമെന്റിന്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയന്റെ ഒരു ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ ഒരു രാജ്യത്തിന്റെ പാർലമെന്റ് കാണുന്നത് പോലെ യൂറോപ്പിന്റെ ലെജിസ്ലേറ്റീവ് അതോറിറ്റി മുഴുവനായിട്ടും യൂറോപ്യൻ പാർലമെന്റിനില്ല. ഈ ലെജിസ്ലേറ്റീവ് സ്ഫിയറിലാണെങ്കിൽ പോലും കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള അധികാരങ്ങൾ മാത്രമേ യൂറോപ്യൻ പാർലമെന്റിനുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ യൂറോപ്യൻ യൂണിയന്റെ ഒരു ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഈ യൂറോപ്യൻ പാർലമെന്റും അതുപോലെ തന്നെ കൗൺസിൽ ഓഫ് ദി യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന മറ്റൊരു ബോഡി ഉണ്ട്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് യൂറോപ്യൻ യൂണിയന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ പറഞ്ഞിട്ടുള്ള യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ടുള്ള 7 ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒന്നാണെന്ന് മനസ്സിലാക്കുക. ഇത് 1952 യൂറോപ്യൻ പാർലമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൗൺസിൽ ഓഫ് യൂറോപ്യൻ യൂണിയനും യൂറോപ്യൻ പാർലമെന്റും കൂടി ചേർന്നിട്ടാണ് യൂറോപ്യൻ യൂണിയന്റെ ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതേസമയം ഇപ്പോൾ ഇവരാണ് നിയമം നിർമ്മിക്കുന്നത്. യൂറോപ്യൻ യൂണിയന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഈ യൂറോപ്യൻ പാർലമെന്റും കൗൺസിൽ ഓഫ് യൂറോപ്യൻ യൂണിയനും കൂടി ചേർന്നിട്ടാണ് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ രണ്ട് ബോഡീസിനും, അതായത് കൗൺസിൽ ഓഫ് യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും യൂറോപ്യൻ പാർലമെന്റിനാണെങ്കിലും ലെജിസ്ലേറ്റീവ് ഇനീഷ്യേറ്റീവിനുള്ള അധികാരമല്ല. ലെജിസ്ലേറ്റീവ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ രാജ്യങ്ങളുടെയൊക്കെ നിയമനിർമ്മാണ സഭകൾക്ക് അവരുടേതായിട്ടുള്ള ബില്ലുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അത് നിയമമാക്കി മാറ്റാൻ പറ്റും. അതാണ് ലെജിസ്ലേറ്റീവ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അവർക്ക് സ്വന്തം നിലക്ക് നിയമം നിർമ്മിക്കാൻ പറ്റും. പക്ഷേ യൂറോപ്യൻ യൂണിയന്റെ കേസിൽ ഈ കൗൺസിൽ ഓഫ് യൂറോപ്യൻ യൂണിയനും ഈ യൂറോപ്യൻ പാർലമെന്റിനും ഈ ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള അധികാരമല്ല. പകരം ഈ യൂറോപ്യൻ യൂണിയനിലുള്ള 7 ബോഡീസിലൊന്നാണ് യൂറോപ്യൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ യൂറോപ്യൻ കമ്മീഷൻ പ്രപ്പോസ് ചെയ്താൽ മാത്രമേ, അതായത് ഇവരൊരു ബില്ല് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യം ഉന്നയിച്ചാൽ മാത്രമേ ഈ യൂറോപ്യൻ പാർലമെന്റോ അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് യൂറോപ്പിനൊക്കെ ഒരു നിയമം നിർമ്മിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർക്ക് സ്വന്തം നിലക്ക് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരമല്ല, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് ഇനീഷ്യേറ്റീവിനുള്ള അധികാരമല്ല എന്ന് മനസ്സിലാക്കുക. ഇനി നിലവിൽ ഈ യൂറോപ്യൻ പാർലമെന്റിന്റെ ഒരു അംഗസംഖ്യ എന്ന് പറയുന്നത് 705 മെമ്പേഴ്സ് ആണ്. ഇവരെ വിളിക്കാറുള്ളത് MEPs എന്നാണ്, മെമ്പേഴ്സ് ഓഫ് യൂറോപ്യൻ പാർലമെന്റ് എന്നാണ് വിളിക്കാറുള്ളത്. പക്ഷേ ഈ 2024 ഇലക്ഷൻ കഴിയുന്നതോട് കൂടിയിട്ട് ആ അംഗസംഖ്യ 705 നിന്ന് 720 ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ വലിയ ഡെമോക്രാറ്റിക് ഇലക്ഷനാണ് ഈ യൂറോപ്യൻ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ടുള്ള അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങളാണ് യൂറോപ്യൻ പാർലമെന്റിലേക്കുള്ള അംഗങ്ങളെ ഇലക്ട് ചെയ്യുന്നത്. ഇനി യൂറോപ്യൻ പാർലമെന്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒഫീഷ്യലി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് യൂറോപ്യൻ പാർലമെന്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അത് കൂടാതെ ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസായിട്ട് ലക്സംബർഗ് സിറ്റിയിലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇവരുടെ പ്ലീനറി സെഷൻസ് സാധാരണഗതിയിൽ ഫ്രാൻസിൽ വെച്ചിട്ട് തന്നെയാണ് നടക്കാറുള്ളത്. ഇനി ഇത് കൂടാതെ പല സമയങ്ങളിലും ബെൽജിയത്തിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ബ്രസൽസിൽ വെച്ചിട്ടും ചില സമയങ്ങളിൽ ഇവരുടെ പ്ലീനറി സെഷൻസ് നടക്കാറുണ്ടെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് അഗ്നിപത് സ്കീമിനെ കുറിച്ചാണ്. ഈ അഗ്നിപത് സ്കീമിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വീണ്ടും ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ NDA ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ NDAയിലെ പ്രധാനപ്പെട്ട ചില ഘടക കക്ഷികൾ ഈ അഗ്നിപത് സ്കീമിനകത്ത് മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളൊരു ആവശ്യമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 14 ഈ അഗ്നിപത് സ്കീമിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് വീണ്ടും അഗ്നിപത് സ്കീമിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അഗ്നിപത് സ്കീം എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് എന്നീ 3 ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ ഭാഗമായിട്ടുള്ള ഈ 3 ബ്രാഞ്ചസിലേക്കുള്ള നോൺ കമ്മീഷന്റെ റാങ്കിലുള്ള ഓഫീസേഴ്സിനെ, അതായത് സാധാരണഗതിയിലുള്ള പട്ടാളക്കാർ, കമ്മീഷന്റെ റാങ്ക് എന്ന് പറയുന്നത് ലെഫ്റ്റനന്റ് റാങ്കോ അതിൽ കൂടുതലൊക്കെ ഉള്ളവരെയാണ് നമ്മൾ കമ്മീഷന്റെ ഓഫീസേഴ്സ് എന്ന് വിളിക്കുക. സോ അതിന്റെ താഴെയുള്ള നോൺ കമ്മീഷന്റെ റാങ്കിലേക്കുള്ള അല്ലെങ്കിൽ നമ്മൾ ജനറൽ ഡ്യൂട്ടി സോൾജിയേഴ്സ് എന്നൊക്കെ വിളിക്കുന്ന ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2022 കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് അഗ്നിപത് സ്കീം എന്ന് പറയുന്നത്.
പക്ഷേ ഇതിനു മുമ്പ് ഇപ്പൊ ഈ അഗ്നിപഥ് സ്കീം വരുന്നതിന് മുമ്പ് നമ്മുടെ ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സിലേക്കൊക്കെയുള്ള സാധാരണഗതിയിലുള്ള പട്ടാളക്കാരുടെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് കൂടുതലും പെർമനന്റ് കമ്മീഷൻ ബേസ് ചെയ്തിട്ടായിരുന്നു. അതായത് അവർക്ക് 60 വയസ്സ് വരെ ആ ജോലി ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇത് കാരണം സംഭവിച്ച ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ ഇന്ത്യൻ മിലിറ്ററി, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് ഒരു ലെസ് ദാൻ 30 ഇയേഴ്സ് ആണെങ്കിലും, വളരെ യങ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ് ഇന്ത്യയെങ്കിലും, നമ്മുടെ ആംഡ് ഫോഴ്സസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഓൾഡർ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സൈന്യത്തിനകത്തൊക്കെയുള്ള ആളുകളുടെ ആവറേജ് ഏജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് 30 വയസ്സിലൊക്കെ കൂടുതലായിരുന്നു. അത് മാത്രമല്ല, നമ്മുടെ ആംഡ് ഫോഴ്സസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇപ്പൊ നമ്മൾ ഒരു 21st സെഞ്ചുറിയുടെ പോയിന്റ് ഓഫ് വ്യൂലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ മോഡേൺ വാർഫെയർ ഒക്കെ ഫൈറ്റ് ചെയ്യുന്നതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു മിലിറ്ററിനെ ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ മിലിറ്ററി മോഡേണൈസേഷൻ നടത്തണം. അതായത് പുതുതായിട്ട് ഒരുപാട് എക്വിപ്മെന്റുകൾ, വെപ്പൺസ് ഒക്കെ പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് നടത്തണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ബഡ്ജറ്റിനകത്ത് ഏറ്റവും കൂടുതൽ തുക മാറ്റി വെക്കുന്നത് ഡിഫൻസ് സെക്ടറിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, നമ്മുടെ ഡിഫൻസ് സെക്ടറിന് എസ്പെഷ്യലി ആർമിക്കൊക്കെ കൊടുക്കുന്ന ബഡ്ജറ്റ് വിഹിതത്തിന്റെ ഒരു മെജോറിറ്റി പെർസെൻറ്റേജ്, നിയർലി 70%ഓളം ഇവർ ചെലവാക്കുന്നത് ഈ സോൾജിയേഴ്സിന്റെ ചെലവുകൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് അവരുടെ ശമ്പളം, അലവൻസ്, പെൻഷൻ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ഈ പറയുന്ന ഡിഫൻസ് ബഡ്ജറ്റിനകത്തുള്ള മെജോറിറ്റി ഭാഗവും ഇത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ പുതിയ എക്യുപ്മെന്റുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ്, ബഡ്ജറ്റ് റിസ്ട്രൈൻറ്റുകൾ ഇവർ നേരിടുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യാനും, അതുപോലെ തന്നെ ഇന്ത്യൻ മിലിറ്ററിനെ ഒരു യങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഒരു ചെറുപ്പക്കാരുടെ സൈന്യമായിട്ട് ഇന്ത്യൻ സൈന്യത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ അഗ്നിപഥ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൂടെ ചെയ്യുന്നത് ബേസിക്കലി നമ്മൾ പെർമനന്റ് കമ്മീഷൻ റാങ്കിലേക്ക് അല്ലെങ്കിൽ പെർമനന്റ് കമ്മീഷനായിട്ട് ആളുകൾ എടുക്കുന്നതിന് പകരം ഒരു 4 വർഷത്തെ കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ് ഈ അഗ്നിപഥ് സ്കീമിന്റെ ഭാഗമായിട്ട് പട്ടാളക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ആളുകൾ അഗ്നിവീർസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ 4 വർഷത്തെ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 6 മാസം ഇവരുടെ ട്രെയിനിങ് പീരീഡ് ആണ്. അപ്പോൾ ഈ പറയുന്ന 4 വർഷത്തെ കോൺട്രാക്ട് കഴിയുന്ന സമയത്ത് ഇതിനകത്തുള്ള 25 ഇത്തരത്തിൽ റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അഗ്നിവീർസുകളിൽ 25% ആളുകളെ മിലിറ്ററിയിൽ റിട്ടൈൻ ചെയ്യും. ഓക്കെ, അതായത് അവർക്ക് ഈ പറയുന്ന 4 വർഷം കഴിഞ്ഞാലും അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള 75% ആളുകളുടെയും സൈനിക സേവനം അവസാനിക്കും. അവർ സാധാരണ സിവിലിയൻ ലൈഫിലേക്ക് പോകും. അപ്പോൾ അവരുടെ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ അവരുടെ ഫെർദർ എംപ്ലോയ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികളും ഇതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അത് മാത്രമല്ല, ഈ അഗ്നിപഥ് സ്കീമിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ എയർഫോഴ്സിലേക്കും അതുപോലെ തന്നെ ഇന്ത്യൻ നേവിയിലേക്കും വുമൺ അഗ്നിവീർസിനെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ആംഡ് ഫോഴ്സസിന്റെ ഒരു യൂത്ത്ഫുൾ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു ടെക്സാവി ആയിട്ടുള്ള മോഡേൺ ഫൈറ്റിംഗ് ഫോഴ്സിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നതെങ്കിലും, ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ആയിട്ട് പലപ്പോഴും പറയപ്പെടുന്നത് ഡിഫൻസിന്റെ ഈ പറയുന്ന സാലറി, പെൻഷൻ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന ചെലവ് കുറക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇനി അഗ്നിപഥ് സ്കീമിനകത്ത് ഇവർക്കുള്ള ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, അഗ്നിപഥ് സ്കീമിന്റെ ഭാഗമായിട്ട് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന അഗ്നിവീർസിന് അല്ലെങ്കിൽ ഈ പട്ടാളക്കാർക്ക് 30,000 രൂപ തൊട്ട് 40,000 രൂപ വരെയാണ് അവരുടെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ഇയറിൽ 30,000 ആയിരിക്കും, അത് 4th ഇയർ ആകുമ്പോഴേക്കും 40,000 ആവും. പക്ഷേ ഇത് ഇവരുടെ ടേക്ക് ഹോം സാലറി അല്ല. കാരണം ഈ പറയുന്ന 30,000 രൂപയാണെങ്കിലും അല്ലെങ്കിൽ അതിൽ കൂടുതലാണെങ്കിലും ഈ ശമ്പളത്തിന്റെ 30% ഇവര് ഒരു സേവാനിധി എന്ന് പറയുന്ന ഒരു കോൺട്രിബ്യൂട്ടറി പാക്കേജ് ഉണ്ട് അഗ്നിവീർസിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ സേവാനിധി പാക്കേജിലേക്ക് ഈ സാലറിയുടെ 30% അവർ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ആ സെയിം എമൗണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഈ സേവാനിധിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അത് അവസാനം 4 വർഷം കഴിഞ്ഞ് ഇവർ റിട്ടയർ ആവുന്ന സമയത്ത് ഒരു ലംസം എമൗണ്ട് ആയിട്ട് ഇവർക്ക് കൊടുക്കും. അത് ഏകദേശം ഒരു 11,71,000 രൂപ വരും. അതും അതിന്റെ പ്ലസ് അതിന്റെ ഇൻട്രസ്റ്റും കൂടി ചേർത്തിട്ടാണ് ഇവർക്ക് കൊടുക്കുക. ഇത് ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ അവർക്ക് പുതിയൊരു ലൈഫ് തുടങ്ങാനുള്ളൊരു തുക ഈ 4 വർഷം കഴിയുമ്പോഴേക്കും അവരുടെ കയ്യിലുണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ഇനി പറയുന്ന സാലറി കൂടാതെ ഇവർക്ക് റിസ്ക് അലവൻസും അതുപോലെ തന്നെ ഹാർഡ്ഷിപ്പ് അലവൻസും അഡീഷണൽ ആയിട്ട് പേ ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇവർ ഡ്യൂട്ടിയിലിരിക്കുന്ന സമയത്ത് ഇവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഏകദേശം 1 കോടി രൂപയോളം ഇവർക്ക് കോമ്പൻസേഷൻ ആയിട്ട് ഇവരുടെ നിയറസ്റ്റ് റിലേറ്റീവ്സിന് കോമ്പൻസേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ അത് ഈ സേവാനിധി പാക്കേജും അതുപോലെ തന്നെ ഇവർക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ട്. ആ ഇൻഷുറൻസ് ഒക്കെ കൂടി ചേർത്തിട്ടാണ് ഒരു 40 ലാക്സിൽ കൂടുതൽ വരുന്നൊരു ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. അതൊക്കെ കൂടി ചേർത്തിട്ടാണ് ഈ മോർ ദാൻ 1 crore എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇവർക്ക് ഈ പറയുന്ന അഗ്നിപഥ് സ്കീമിന്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ 4 വർഷത്തിന്റെ അടുക്ക് ഡിസബിലിറ്റി വന്നു കഴിഞ്ഞാൽ അവർക്ക് 44 ലക്ഷം രൂപ വരെ ഈ ഇവരുടെ പരിക്കിന്റെ ഡിസബിലിറ്റിയുടെ ഒരു എക്സ്റ്റെൻഡിന്റെ അടിസ്ഥാനത്തിൽ അപ് ടു 44 lakh rupees വരെ ഇവർക്ക് കോമ്പൻസേഷൻ ആയിട്ട് കിട്ടും. ഓക്കെ,
ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് നീറ്റ് എക്സാമിനെ കുറിച്ചാണ്. അപ്പോൾ നീറ്റ് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയം തൊട്ടേ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ്. അപ്പോൾ വീണ്ടും ഇതിനകത്ത് ഈ ചോദ്യപേപ്പർ ചോർന്നു അല്ലെങ്കിൽ ഇതിനകത്ത് ചില തരത്തിലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു ആരോപണം ഇപ്രാവശ്യം നടന്നിട്ടുള്ള നീറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും, ഹിന്ദുവിലാണെങ്കിലും ഇന്ത്യൻ എക്സ്പ്രസ്സിലാണെങ്കിലും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ കാണാൻ പറ്റും. ഹിന്ദു അവരുടെ എഡിറ്റോറിയൽ പേജിനകത്ത് ഒരു എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ളത് ഈ ഒരു നീറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു കോൺട്രവേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നീറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ നീറ്റ് എക്സാം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ബേസിക്കലി ഈ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന നീറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2012 മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയും റെക്കമെൻഡ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ 2013 ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് നീറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നേരത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഈ മെഡിക്കൽ എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ട് ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് മെഡിക്കൽ UG കോഴ്സുകളിലേക്ക് MBBS പോലുള്ള കോഴ്സുകളിലേക്ക് ഒരു ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ AIPMT എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ അതുകൂടാതെ സംസ്ഥാന ഗവൺമെന്റുകൾ നടത്തുന്ന മറ്റുള്ള എക്സാമിനേഷൻസ് ഉണ്ടായിരുന്നു. എയിംസ് പോലുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്വന്തം നിലക്ക് നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നിർത്തലാക്കി ഇതിനെയൊക്കെ കൺസോൾഡേറ്റ് ചെയ്ത് ഒരു വൺ നേഷൻ വൺ എൻട്രൻസ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഗതിയാണ് നീറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഈ മെഡിക്കൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് MBBS അതുപോലെ തന്നെ ആയുഷ് കോഴ്സുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള UG കോഴ്സുകൾക്കാണെങ്കിലും PG കോഴ്സുകൾക്കാണെങ്കിലും ഉള്ള ഒരേ ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഈ നീറ്റ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഇത് 2013 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് 2016 ഇന്ത്യൻ പാർലമെന്റ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമത്തിനെ ഒന്ന് അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 2016. അപ്പോൾ ആ അമെൻമെന്റിലൂടെ അതിനകത്ത് സെക്ഷൻ 10D 10D എന്ന് പറയുന്ന പുതിയൊരു സെക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 10D അനുസരിച്ച് ഈ നീറ്റ് എന്ന് പറയുന്ന എക്സാമിനേഷൻ നിലവിലൊരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നീറ്റ് എക്സാമിനേഷന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇനി നീറ്റ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ NTA എന്ന് പറയുന്ന നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ് ഈ നീറ്റ് എക്സാമിനേഷൻ ഇപ്പോൾ നിലവിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് നോട്ടയെ കുറിച്ചാണ് അല്ലെങ്കിൽ നൺ ഓഫ് ദി എബോ എന്നുള്ള ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ നോട്ടയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 9 നമ്മുടെ ഇന്ത്യയിലെ ലെഫ്റ്റ് വിങ് അഫക്റ്റഡ് ഏരിയാസ് അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം അഫക്റ്റഡ് ഏരിയാസിലുള്ള ഈ നോട്ട വോട്ട്സിന്റെ പെർസെൻറ്റേജിനകത്ത് ഇപ്പോൾ ഈ 2024 ഇലക്ഷനകത്തൊക്കെ ചെറിയ രീതിയിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലെസ് ദാൻ 1% ആയിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഒരു ആർട്ടിക്കിൾ ഒരു അനാലിസിസ് പോലെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ നോട്ടയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ നോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നേരിട്ട് ജനങ്ങൾ പങ്കെടുക്കുന്ന ഇലക്ഷൻസിൽ ഡയറക്റ്റ് ഇലക്ഷൻസിൽ ഉള്ള ഒരു ഓപ്ഷനാണ്, ഒരു വോട്ടിംഗ് ഓപ്ഷനാണ് നോട്ട എന്ന് പറയുന്നത്. അത് നമ്മുടെ EVM മെഷീൻസിനകത്ത് ഈ മത്സരിക്കുന്ന കാൻഡിഡേറ്റ്സ് കൂടാതെ ഈ കാൻഡിഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഡിസപ്രൂവൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഈ കാൻഡിഡേറ്റ്സ് ഒന്നും കൊള്ളൂല എന്ന് തോന്നുന്ന ആളുകൾക്ക് സെലക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ വോട്ട് ചെയ്യാനുള്ള ഒരു ചോയ്സ് ആണ് ഈ നോട്ട എന്ന് പറയുന്നത്. അതായത് ഈ മുകളിൽ കൊടുത്തിട്ടുള്ള കാൻഡിഡേറ്റ്സിനൊന്നും വോട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ആളുകളുടെ ഡിസപ്രൂവൽ ഡിസെന്റ് രേഖപ്പെടുത്താനുള്ള ഒരു മാർഗ്ഗമാണ് നോട്ട എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഈ നോട്ടക്ക് സിമിലർ ആയിട്ടുള്ള ഒരു ഏർപ്പാട് പണ്ട് തൊട്ടേ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിലും അതിനകത്ത് ഒരു സീക്രസി ഉണ്ടായിരുന്നില്ല. അതായത് നമ്മൾ ഈ പോളിംഗ് സ്റ്റേഷനിൽ പോയി അവിടുത്തെ പോളിംഗ് ഓഫീസറോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇത്തരത്തിൽ ഒരു നെഗറ്റീവ് വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം പണ്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്തൊരു സീക്രസി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ജനങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ ആണെന്നും പറഞ്ഞുകൊണ്ട് 2013 അല്ലെങ്കിൽ 2010-13 ആ കാലഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ ഒരു കേസ് വരുന്നുണ്ട്. അതാണ് PUCL വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് എന്ന് പറയുന്നത്. ആ കേസിനകത്ത് 2013 സുപ്രീം കോടതി ഒരു ഉത്തരവ് പ്രസ്താവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഉത്തരവിനകത്താണ് നമ്മുടെ ഇന്ത്യയിലെ ഇലക്ട്രൽ പ്രോസസ്സിനകത്ത് അതിപ്പോൾ ഈ പറയുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും റിജക്ട് ചെയ്യുന്ന രീതിയിലുള്ള വോട്ടിംഗ് ആണെങ്കിൽ പോലും അതിനകത്തും സീക്രസി മെയിൻറ്റെയിൻ ചെയ്യണം എന്ന്, അത് ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഒക്കെ ഭാഗമാണെന്ന് പറയുന്നത്. അപ്പൊ ആ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ആ സുപ്രീം കോടതി വിധിക്കകത്ത് ഇത്തരത്തിൽ ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു നൺ ഓഫ് ദി അബോവ് ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരം ഇലക്ടറേറ്റിന് അല്ലെങ്കിൽ വോട്ടേഴ്സിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സുപ്രീം കോടതിയുടെ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ 2013 തൊട്ടാണ് ഇന്ത്യയിൽ ഇലക്ഷൻസിൽ നോട്ട ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് EVMനകത്ത് നോട്ട ആഡ് ചെയ്യുന്നത്. അങ്ങനെ 2013 നടന്നിട്ടുണ്ടായിരുന്ന ഛത്തീസ്ഗഡ്, മിസോറാം, രാജസ്ഥാൻ, ഡൽഹി, മധ്യപ്രദേശ് എന്നീ ഇലക്ഷൻസിലൊക്കെയാണ് ഈ നോട്ട ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നീട് 2014 ലോക്സഭാ ഇലക്ഷനിലും നോട്ട വന്നിട്ടുണ്ട്. അപ്പോൾ 2014, 19, 24 ലോക്സഭാ ഇലക്ഷൻസിലും നോട്ട നമ്മുടെ EVM മെഷീൻസിന്റെ ഭാഗമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, പക്ഷേ ഈ നോട്ട വോട്ടിന്റെ ഒരു കേസ് എന്ന് പറയുന്നത് ഇപ്പോൾ
നമ്മൾ ബാക്കിയുള്ള ഇന്ത്യയിലെ ഒരു നിലവിലുള്ള വോട്ടിംഗ് സിസ്റ്റം അനുസരിച്ച്, അതായത് നമ്മുടെ ജനറൽ ഇലക്ഷൻസിന് യൂസ് ചെയ്യുന്ന, ജനങ്ങൾ നേരിട്ട് ഇലക്ട് ചെയ്യുന്ന ഡയറക്റ്റ് ഇലക്ഷൻസിൽ യൂസ് ചെയ്യുന്ന വോട്ടിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ FPTP എന്ന് പറയുന്ന സിസ്റ്റമാണ്. അപ്പോൾ FPTP സിസ്റ്റം അനുസരിച്ച് ബേസിക്കലി ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന കാൻഡിഡേറ്റ് ആരാണോ അയാളാണ് വിജയമായിട്ട് പ്രഖ്യാപിക്കുക. പക്ഷേ ഈ നോട്ടയുടെ കേസിൽ ഇപ്പോൾ ഈ നോട്ടനെയും നമ്മളൊരു കാൻഡിഡേറ്റ് പോലെ തന്നെയാണ് EVM മെഷീൻസിനകത്ത് കൊടുത്തിട്ടുള്ളതെങ്കിലും ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനെയും കാട്ടിലും കൂടുതൽ വോട്ട് നോട്ടയ്ക്ക് കിട്ടിക്കഴിഞ്ഞാലും ഈ നോട്ട് ഒരിക്കലും വിജയമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഇലക്ഷൻ അസാധുവാകുകയോ അല്ലെങ്കിൽ അവിടെ റീപോളിംഗ് നടക്കുകയൊന്നും ചെയ്യില്ല. ഈ നോട്ടയിലൂടെ കാസ്റ്റ് ചെയ്യപ്പെടുന്ന വോട്ട് ഇൻവാലിഡ് വോട്ട്സ് ആയിട്ടാണ് യൂഷ്വലി ഇലക്ഷൻ കമ്മീഷൻ കൺസിഡർ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ഷന്റെ ഔട്ട്കമ്മിനെ നോട്ടൊക്കെ ഒരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. അതായത് നോട്ടക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളതെങ്കിൽ നോട്ട കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ കാൻഡിഡേറ്റിനെ വിജയമായിട്ട് പ്രസ്താവിക്കുകയാണ് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക. ഇനി അതുകൂടാതെ നമ്മുടെ ഇന്ത്യയിൽ ഇടക്കാലത്ത് ഇപ്പോൾ ഈ നോട്ടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഇവിടുത്തെ രാജ്യസഭാ ഇലക്ഷൻസ് ഇൻഡയറക്റ്റ് ഇലക്ഷൻസ് ആണ്. സോ ഈ രാജ്യസഭാ ഇലക്ഷൻസിലും നോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2018 ഒരു ശൈലേഷ് മനുഭായ് പർമാർ വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കേസിന്റെ വിധിയിൽ സുപ്രീം കോടതി ഈ നോട്ടൊക്കെ എന്തെങ്കിലും റെലവൻസ് ഉള്ളത് ഇന്ത്യയിൽ ഡയറക്റ്റ് ഇലക്ഷൻസിൽ മാത്രമാണെന്നും ഇൻഡയറക്റ്റ് ഇലക്ഷൻസിൽ അത് റെലവൻ്റ് അല്ലാത്തതുകൊണ്ട് ഇൻഡയറക്റ്റ് ഇലക്ഷൻസിൽ നോട്ട യൂസ് ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി ഈ 2018 സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ രാജ്യസഭാ ഇലക്ഷൻസിൽ ഉണ്ടായിരുന്ന നോട്ട ഓപ്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഡയറക്റ്റ് ഇലക്ഷൻസിൽ മാത്രമാണ് നോട്ട ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് കൊറിയൻ പെനിൻസുലയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊറിയൻ പെനിൻസുല നമ്മൾ എടുക്കാനുള്ള ഒരു കാരണം, ഇപ്പോൾ ഈ കൊറിയൻ പെനിൻസുലയിൽ സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഡേ ബൈ ഡേ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ രണ്ട് കൊറിയകൾക്കും ഇടയിലുള്ള ഇഷ്യൂസിനെ കുറിച്ച് സ്ഥിരമായിട്ട് നമുക്ക് വാർത്തകൾ എല്ലാ പത്രങ്ങളിലും വരാറുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് കൊറിയൻ പെനിൻസുലയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ കൊറിയൻ പെനിൻസുല എന്ന് പറയുന്നത് ഈസ്റ്റ് ഏഷ്യയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കിഴക്കൻ ഏഷ്യയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പെനിൻസുലാർ റീജിയൻ ആണ് കൊറിയൻ പെനിൻസുല. ഇത് പണ്ട് കാലത്ത് ഒരൊറ്റ രാജ്യമായിരുന്നെങ്കിലും 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന സമയത്ത്, രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഒക്കെ സമയത്ത് ഒരു 1910 തൊട്ടൊക്കെ കൊറിയൻ പെനിൻസുല ജാപ്പനീസ് ഒക്യുപ്പേഷനിലായിരുന്നു, ജപ്പാന്റെ കൺട്രോളിലായിരുന്നു. 1945 ജപ്പാൻ പരാജയപ്പെട്ട സമയത്ത് ഈ കൊറിയയുടെ നോർത്തേൺ പാർട്ട് സോവിയറ്റ് യൂണിയന്റെയും സദേൺ പാർട്ട് അമേരിക്കയുടെയും കൺട്രോളിലായിട്ട് മാറി. അപ്പൊ അതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആയിട്ടാണ് അന്ന് വിചാരിച്ചിരുന്നതെങ്കിലും പിന്നീട് ഈ കോൾഡ് വാറിന്റെ ഒക്കെ സിനാരിയോയിൽ ഈ കൊറിയകൾ പിന്നീട് റീയൂണിഫൈ ചെയ്യപ്പെട്ടില്ല. അങ്ങനെ നോർത്തിൽ സോവിയറ്റ് യൂണിയന്റെ കൺട്രോളിൽ ഉണ്ടായിരുന്ന നോർത്ത് ഭാഗത്തുള്ള കൊറിയ നോർത്ത് കൊറിയ എന്നും സൗത്തിലുള്ളത് സൗത്ത് കൊറിയ എന്നും അറിയപ്പെട്ടു. അപ്പോൾ ഈ നോർത്ത് കൊറിയന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് DPRK അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്നാണ്. സൗത്ത് കൊറിയയുടെ ഒഫീഷ്യൽ നെയിം ROK അല്ലെങ്കിൽ റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്നാണ്. അപ്പൊ അന്ന് ഈ പറയുന്ന US-ഉം സോവിയറ്റ് യൂണിയനും കൺട്രോൾ ചെയ്തിരുന്ന ഈ പാർട്ടുകളെ ഇവർ റഫ്ലി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് 38th പാരലലിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, 38th പാരലലിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ റഫ്ലി ഈ 38th പാരലലിന് സിമിലർ ആയിരുന്നു ഈ ഡിവൈഡിങ് ലൈൻ എന്ന് പറയുന്നത്. അത് പിന്നീട് 1950-53 കാലഘട്ടത്തിൽ ഈ നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ കൊറിയൻ വാർ എന്നറിയപ്പെടുന്ന ഒരു 3 വർഷത്തോളം നീണ്ടുന്ന ഒരു യുദ്ധം നടന്നിട്ടുണ്ട്. അപ്പൊ ആ യുദ്ധത്തോട് കൂടിയിട്ട് ഇവർക്കിടയിലുള്ള ഈ അതിർത്തി, ഈ 38th പാരലിന് സിമിലർ ഏകദേശം പാരലായിട്ട് പോകുന്ന ഈ ഒരു അതിർത്തി എന്ന് പറയുന്നത് ഒരു ഡീമിലിറ്ററൈസ്ഡ് സോൺ ആയിട്ട് മാറി. ഇപ്പൊ ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം മിലിറ്ററൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും അധികം കോൺഫ്ലിക്ട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ കൊറിയൻ DMZ ആണ്, അല്ലെങ്കിൽ കൊറിയൻ ഡീമിലിറ്ററൈസ്ഡ് സോൺ ആണ്. അപ്പൊ ഈ നോർത്ത് കൊറിയനെയും സൗത്ത് കൊറിയനെയും സെപ്പറേറ്റ് ചെയ്യുന്ന അവരുടെ ബോർഡർ ഏരിയ അറിയപ്പെടുന്നത് കൊറിയൻ ഡീമിലിറ്ററൈസ്ഡ് സോൺ ആണെന്ന് മനസ്സിലാക്കുക. ഇനി നോർത്ത് കൊറിയക്കും അല്ലെങ്കിൽ ഈ കൊറിയൻ പെനിൻസുലക്ക് ബേസിക്കലി ഇവർക്ക് ലാൻഡ് വഴി അതിർത്തി ഉള്ളത്. ഇപ്പൊ സൗത്ത് കൊറിയയുടെ കേസിലാണെങ്കിൽ അവർക്ക് നോർത്ത് കൊറിയയായിട്ടും നോർത്ത് കൊറിയയുടെ കേസിലാണെങ്കിൽ സൗത്ത് കൊറിയയായിട്ടും അതിർത്തി ഉണ്ടെന്ന് പറയാം. അതല്ലാതെ ഈ കൊറിയൻ പെനിൻസുലിനെ ആസ് എ ഹോൾ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് അതിർത്തി ഉള്ളത്, കരമാർഗ അതിർത്തി ഉള്ളത് രണ്ട് രാജ്യങ്ങളുമായിട്ടാണ്. ഒന്ന് ചൈനയുമായിട്ടാണ്, കമ്മ്യൂണിസ്റ്റ് ചൈനയായിട്ടാണ്. അപ്പൊ ചൈനയുടെയും ഈ കൊറിയൻ പെനിൻസുലയുടെ അല്ലെങ്കിൽ നോർത്ത് കൊറിയയുടെയും അതിർത്തി മേഖലയിൽ എന്ന് പറയുന്നത് മെജോറിറ്റി ഏരിയാസും ഒരു യാലു റിവർ അല്ലെങ്കിൽ അംനോക് റിവർ എന്ന് പറയുന്ന ഒരു റിവർ ഉണ്ട്, അതാണുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലായിട്ട് റഷ്യയുമായിട്ട് വളരെ ചെറിയൊരു അതിർത്തി നോർത്ത് കൊറിയ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന നോർത്ത് ഈസ്റ്റിൽ റഷ്യയുമായിട്ട് ഇവർ അതിർത്തി പങ്കിടുന്ന ആ മേഖലയിൽ, അതുപോലെ തന്നെ ഇതിന് തൊട്ടടുത്ത് കിടക്കുന്ന ചൈന അതിർത്തിയിലൊക്കെ ഒരു ട്യൂമെൻ റിവർ എന്ന് പറയുന്ന ഒരു റിവർ ഉണ്ട്. ആ റിവറും കൂടി ഈ ഒരു അതിർത്തിയിലുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഇവരുടെ മറ്റുള്ള അതിർത്തികൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ സൗത്ത് ഈസ്റ്റേൺ സൈഡിലായിട്ട് ജപ്പാനാണ് കിടക്കുന്നത്. ഇപ്പൊ ജപ്പാനുമായിട്ട് സൗത്ത് കൊറിയക്കുള്ള അതിർത്തി, അല്ലെങ്കിൽ ജപ്പാനെയും സൗത്ത് കൊറിയനെയും സെപ്പറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ജപ്പാനെയും കൊറിയൻ പെനിൻസുലയും സെപ്പറേറ്റ് ചെയ്യുന്ന വാട്ടർ ബോഡി അറിയപ്പെടുന്നത് കൊറിയൻ സ്ട്രൈറ്റ് എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഈസ്റ്റേൺ സൈഡിലായിട്ട് സീ ഓഫ് ജപ്പാൻ ഉണ്ട്, വെസ്റ്റേൺ സൈഡിലായിട്ട് യെല്ലോ സീ ഉണ്ട്. അപ്പൊ ഈ യെല്ലോ സീനെയും സീ ഓഫ് ജപ്പാനെയും കണക്ട് ചെയ്യുന്ന ഒരു വാട്ടർ ബോഡി കൂടിയാണ്
ഈ കൊറിയൻ സ്ട്രൈറ്റ് എന്ന് മനസ്സിലാക്കുക. ഇനി ഈ കൊറിയൻ പെനിൻസുലയിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ടൻ ആണ് മൗണ്ട് പെക്ടു എന്ന് പറയുന്ന ഒരു മൗണ്ടൻ ഉണ്ട്. ഇതൊരു വോൾക്കാനിക് മൗണ്ടൻ ആണ്. അപ്പൊ ഈ വോൾക്കാനോ ഇറപ്ഷൻ കാരണം അവിടെ വലിയൊരു ക്രേറ്റർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ മൗണ്ടന്റെ മുകളിൽ. അപ്പൊ അതിന്റെ മുകളിൽ ഒരു ലേക്കും ഉണ്ട്. അപ്പോൾ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒക്കെ അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ലേക്ക് എന്ന് പറയുന്നത് ഈ മൗണ്ട് പെക്ടൂരിലുള്ള ലേക്കാണ്. അത് ലേക്ക് അറിയപ്പെടുന്നത് ഹെമൻ ലേക്ക് എന്നുള്ള പേരിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് കൊറിയൻ പെനിൻസുലയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.